48 ടീമുകൾ പങ്കെടുക്കുന്ന 3 രാജ്യങ്ങളിലായി നടക്കുന്ന വേൾഡ് കപ്പിന് വേണ്ടി ലോകം ഉറ്റുനോക്കുകയാണ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന വേൾഡ് കപ്പ് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ വേൾഡ് കപ്പിന്. 3 രാജ്യങ്ങളിൽ അണിയിച്ചൊരുക്കുന്ന വേൾഡ് കപ്പിൽ ആരാകും ലോക ചാമ്പ്യൻ എന്നറിയാൻ വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. നിലവിൽ ഫേവറേറ്റ് ലിസ്റ്റിൽ മുൻപന്തിയിലുള്ള ടീമുകളെല്ലാം ഉണ്ടെങ്കിലും ഓരോ മാസവും ദിവസവും പ്രഡിക്ഷനുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഫുട്ബോൾ പണ്ഡിറ്റുകളും ഇതിഹാസങ്ങളും അനലിസ്റ്റുകളും എല്ലാം ഓരോരോ പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രമുഖ സ്പോർട്സ് മാധ്യമമായ ഫോക്സ് സ്പോർട്സിൻ്റെ പ്രമുഖ ജേർണലിസ്റ്റായ അലക്സ് ലാൽസ് ഇപ്പോൾ ഒരു പവർ റാങ്കിംഗ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 48 ടീമുകളടങ്ങിയ പവർ റാങ്കിംഗ് ആണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലെ ആദ്യത്തെ 10 സ്ഥാനക്കാർ ആരൊക്കെയെന്ന് നോക്കാം. വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള 10 സ്ഥാനക്കാർ. റാങ്കിങ്ങിൽ അദ്ദേഹം 10ാം സ്ഥാനം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും ഉജ്ജ്വല പ്രകടനം നടത്തിയ ക്രൊയേഷ്യയാണ്. ഇത്തവണയും ക്രൊയേഷ്യയുടെ മാജിക് കാണാനാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ലിസ്റ്റിലെ 9ാം സ്ഥാനത്ത് നിലവിൽ ജർമ്മനിയാണ്. ഇക്കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിലും ജർമ്മനിയുടെ മോശം പ്രകടനമാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഈ വേൾഡ് കപ്പിൽ ജർമ്മനി തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റാങ്കിങ്ങിലെ 8ാം സ്ഥാനത്ത് നിലവിൽ യൂറോപ്യൻ വമ്പന്മാരായ നെതർലാൻഡാണ്. നെതർലാൻഡ് റാങ്കിങ്ങിൽ 8ാം സ്ഥാനമാണ് നേടിയിരിക്കുന്നത്. ഇനി റാങ്കിങ്ങിലെ 7ാം സ്ഥാനക്കാർ നിലവിലെ ഏറ്റവും കൂടുതൽ തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലാണ്. ബ്രസീലിനാണ് അദ്ദേഹം 7ാം സ്ഥാനം നൽകിയിരിക്കുന്നത്. ഇനി റാങ്കിങ്ങിലെ 6ാം സ്ഥാനത്ത് നിലവിലെ യുവേഫ നാഷൻസ് ലീഗ് ചാമ്പ്യന്മാരായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലാണ്. പോർച്ചുഗൽ അത്ഭുതം കാട്ടുമെന്ന് തന്നെയാണ് ഫുട്ബോൾ പണ്ഡിറ്റുകളുടെ വിലയിരുത്തലും. ഇനി റാങ്കിങ്ങിലെ 5ാം സ്ഥാനക്കാരെ നോക്കുകയാണെങ്കിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്കാണ് അദ്ദേഹം 5ാം സ്ഥാനം നൽകിയിരിക്കുന്നത്. സ്കലോണി ഏറ്റെടുത്തതിന് ശേഷം ഏറ്റവും മനോഹരമായ അർജന്റീനയെയാണ് കാണാൻ സാധിക്കുന്നത്. ഫേവറേറ്റ് ലിസ്റ്റിൽ അർജന്റീന മുൻപന്തിയിൽ തന്നെയുണ്ട്. ജേർണലിസ്റ്റായ അലക്സ് 5ാം സ്ഥാനമാണ് നിലവിലെ അർജന്റീനയ്ക്ക് നൽകിയിരിക്കുന്നത്. 4ാം സ്ഥാനത്ത് ലാറ്റിൻ അമേരിക്കക്കാരായ കൊളംബിയയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അപ്രതീക്ഷിത റാങ്കിംഗ് ആണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കൊളംബിയ അത്ഭുതം നടത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. നിലവിൽ കൊളംബിയ വമ്പന്മാരെ എല്ലാം അട്ടിമറിച്ച് പല മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കർ ഇപ്പോൾ പതിവാക്കിയിട്ടുണ്ട്. അർജന്റീനയേക്കാൾ മുൻതൂക്കം അദ്ദേഹം കൊളംബിയക്കാണ് നൽകുന്നത്. ഇനി റാങ്കിങ്ങിലെ 3ാം സ്ഥാനക്കാരെ നോക്കാം. 3ാം സ്ഥാനക്കാർ യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ടാണ്. താരസമ്പന്നതയിൽ ഇപ്പോഴും ഇംഗ്ലണ്ട് തന്നെയാണ് മികച്ചു നിൽക്കുന്നത്. ഇത്തവണ ഭാഗ്യം കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇംഗ്ലണ്ടും ഈ വേൾഡ് കപ്പിൽ അത്ഭുതം കാട്ടുമെന്ന് തന്നെയാണ് ജേർണലിസ്റ്റിൻ്റെ വിലയിരുത്തൽ. ഇനി 2ാം സ്ഥാനം നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനിനാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. പലരുടെയും കണക്ക് പുസ്തകത്തിൽ അദ്ദേഹത്തെ പോലെ തന്നെ സ്പെയിനൊരു വലിയ സ്ഥാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ റാങ്കിംഗ് പ്രകാരം സ്പെയിന് 2ാമതാണ്. റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് നിലവിലെ വേൾഡ് കപ്പ് റണ്ണേഴ്സപ്പുകളായ ഫ്രാൻസിനാണ് അദ്ദേഹം സ്ഥാനം നൽകിയിരിക്കുന്നത്. ഈ വേൾഡ് കപ്പും ഫ്രാൻസ് സ്വന്തമാക്കാനുള്ള സാധ്യതയാണ് അദ്ദേഹം കാണിക്കുന്നത്. ഏതായാലും പവർ റാങ്കിങ്ങിൽ നിലവിൽ ഫ്രാൻസാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇനി നിങ്ങളുടെ ഒപ്പീനിയൻ പ്രകാരം ആദ്യ 10 റാങ്കിംഗ് ആർക്കൊക്കെ ആയിരിക്കും? നിങ്ങളുടെ പവർ റാങ്കിംഗ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.